എന്താണ് ലോഹസങ്കരങ്ങൾ? ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന ഖരലായനികളെ വിളിക്കുന്ന പേരാണ് ലോഹസങ്കരങ്ങൾ. അപ്പോൾ ഒരു ലോഹസങ്കരത്തിൽ ഉറപ്പായിട്ടും രണ്ടോ അതിൽ കൂടുതലോ ലോഹങ്ങൾ അടങ്ങിയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണ്? പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഏതൊക്കെ ലോഹങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ലോഹസങ്കരമാണ് നിക്രോം. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. ഇതെന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ലോഹസങ്കരമാണ് പിത്തള, അല്ലെങ്കിൽ ബ്രാസ് എന്നൊക്കെ പറയും. പിത്തള നിർമ്മിക്കുക, അല്ലെങ്കിൽ പിത്തളയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കോപ്പറും സിങ്കും. മറ്റൊരു ലോഹസങ്കരമാണ് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നൊക്കെ പറയും. പഴയ ഭാഷയിൽ ഓട് എന്നൊക്കെ അറിയപ്പെടും. അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പറും ടിന്നും. അപ്പോൾ കോപ്പറും സിങ്കും ചേർന്നാൽ പിത്തള, കോപ്പറും ടിന്നും ചേർന്നാൽ വെങ്കലം. വെങ്കലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരമാണ് വെങ്കലം. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറാണ്. എന്നാൽ ലോഹസങ്കരം ഏതാണെന്ന് ചോദിച്ചാൽ കോപ്പറും ടിന്നും കൂടെ ചേരുന്ന വെങ്കലമാണ്.